നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവിലമ്മ തുമ്പിക്കൈ ഉയർത്തി വന്ദിച്ച എറണാകുളം ശിവകുമാർ. ആർപ്പുവിളികളോടെ വരവേറ്റ് ആയിരങ്ങൾ. പൂരവിളംബരമായി നാദമേള വർണ്ണവിസ്മയങ്ങളിൽ തൃശ്ശിവപേരൂർ. ഇനി പൂരക്കാഴ്ചകൾ. തയ്യാറെടുത്ത് ഭാരത സൈന്യം. റഫാൽ പോർ വിമാനങ്ങളും സജ്ജം. നിർദ്ദേശം കാത്ത് വ്യോമ നാവിക സേനകൾ. അറബിക്കടലിൽ യുദ്ധക്കപ്പൽ വിന്യാസം. പരിഭ്രാന്തിയിൽ പാകിസ്ഥാൻ. മധ്യസ്ഥതയ്ക്ക് റഷ്യൻ സഹായം തേടുന്നു. തുടർച്ചയായ 11ാം ദിനവും അതിർത്തിയിൽ പാക് പ്രകോപനം. ശക്തമായി തിരിച്ചടിച്ച ഭാരതം. പഹൽഗാം വിഷയം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി ഇന്ന് യോഗം ചേരും. സംസ്ഥാനത്ത് നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ പരാതി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ നടന്ന പരീക്ഷയിൽ വീഴ്ച. ചോദ്യപേപ്പർ വിതരണം ചെയ്യാൻ കാലതാമസം ഉണ്ടായെന്ന ആക്ഷേപം. മുട്ടാപ്പോക്ക് വിശദീകരണവുമായി അധികൃതർ. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ സംഭവത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരി അറസ്റ്റിൽ. ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്. സമയത്ത് അപേക്ഷിക്കാൻ മറന്നുപോയതിനാൽ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്ന് മൊഴി. പ്രാർത്ഥനകൾ വിഫലം. പേവിഷബാധയിൽ ഒരു മരണം കൂടി. മരിച്ചത് തിരുവനന്തപുരം SATയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരി. വേദനയുടെ നെരിപ്പോടിൽ കുടുംബം. ഒരവസ്ഥ ഇനി ആർക്കും വരരുത്. ഇനി പറയാൻ വാക്കുകളൊന്നുമില്ല. വളർത്ത് കൊറേ പട്ടികളെയും കൂടെ വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോന്ന കണ്ടില്ലേ. കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന എല്ലാ സഹായവും ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. സാധ്യമായതെല്ലാം ചെയ്തിരുന്നുവെന്ന് SAT അധികൃതർ. സർക്കാർ പരിപാടിയിൽ ക്ഷണമില്ലാതെ വേദിയിലിരുന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. മുഖ്യമന്ത്രി ഉദ്ഘാടകനായ പരിപാടിയിൽ ഇടിച്ചു കയറിയത് KK രാഗേഷ്. അധ്യക്ഷം വഹിച്ചത് വിഴിഞ്ഞം കമ്മീഷനിങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ്. IPL സ്റ്റാർ വൈഭവ് സൂര്യവംശിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിന്റെ പുത്രൻ എന്ന വിശേഷണം. വൈഭവിന്റെ കഠിനാധ്വാനം എടുത്തു പറഞ്ഞു മോദി. തൃശ്ശിവപേരൂർ ആവേശത്തിലാണ്. പൂരം പൊടിപൂരം. ജയലക്ഷ്മി സിൽക്സ് കാന്ത ഞാനും വന്നു. ജയലക്ഷ്മി, ഇന്ത്യസ് ഫൈനസ്റ്റ് ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, പവർഡ് ബൈ UGS ഗ്രൂപ്പ്. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ധനലക്ഷ്മി ബാങ്ക്, ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ആവേശ കൊടുമുടിയിൽ തൃശ്ശിവപേരൂർ. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി ഗജരാജൻ എറണാകുളം ശിവകുമാർ. തെക്കേ ഗോപുര നട തുറന്നതോടെയാണ് പൂരവിളംബരം കുറിച്ചത്. കാത്തുനിന്ന 10,000ങ്ങളെ ആവേശത്തിലാക്കി ഉച്ചയ്ക്ക് 12:50ഓടെയാണ് തെക്കേ ഗോപുര നട തുറന്നത്. കൈകൾ ഉയർത്തിയും ആർപ്പു വിളിച്ചുമാണ് ഗജരാജൻ ശിവകുമാറിനെ വടക്കുംനാഥന്റെ മണ്ണിൽ തടിച്ചുകൂടിയ പൂരപ്രേമികൾ എതിരേറ്റത്. തെക്കേ ഗോപുര നടയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, അവിടെ പൂരാവേശം തന്നെയാണ്. ആവേശത്തിനപ്പുറം അവിടെ ഒന്നുമില്ല. മാത്രവുമല്ല, അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ വലിയ ആർപ്പുവിളികളോടുകൂടിയാണ് ശിവകുമാറിനെ വരവേറ്റത്. അങ്ങനെ ഒരു പൂരത്തിനു കൂടി തുടക്കമായിരിക്കുകയാണ്. എത്രത്തോളം ആവേശമാണ് അവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത്?
തീർച്ചയായിട്ടും ആവേശം ഇങ്ങനെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ സാക്ഷിയായത് ആ ഒരു കാഴ്ചയ്ക്കാണ്. തൃശ്ശൂർ പൂരത്തിന് തുടക്കമായിരിക്കുന്നു, തൃശ്ശൂർ പൂരത്തിന് വിളംബരമായിരിക്കുന്നു. നെയ്തലക്കാവിൽ അമ്മ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തുകയും വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ അകത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് ത്രിപുട കൊട്ടി പ്രദക്ഷിണം പൂർത്തിയാക്കുകയും കൊമ്പുപറ്റും കുഴൽപ്പറ്റും മേളത്തിന് ശേഷം തെക്കേ ഗോപുരനട തുറന്നതോടുകൂടി ഈ പൂരത്തിന് വിളംബരമായിരിക്കുന്നു. നെയ്തലക്കാവിലമ്മ രാവിലെ 7 മണിയോടുകൂടി സ്വന്തം തട്ടകത്ത് നിന്ന് ആരംഭിച്ച ഗ്രാമപ്രദക്ഷിണമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ സമാപിച്ചത്. വടക്കുംനാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവതി എന്നുള്ള പ്രിയപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ക്ഷേത്രമാണ് നെയ്തലക്കാവ് ക്ഷേത്രം. ആ നെയ്തലക്കാവ് ഭഗവതി ചെമ്പട്ടണിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ തെച്ചിമാലയുടെ സൗരഭ്യം കൊണ്ട് വളരെ നയനാനന്ദകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ആ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പ് എന്ന് പറയുന്നത്. ആ കോലത്തിന് തൊട്ടു താഴെ ആ തിടമ്പ് ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്, ചെമ്പട്ടെടുത്ത് സ്ഥാപിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. അത് ഈ തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ ഇങ്ങനെ പുറത്തേക്ക് കടന്ന ആ നിമിഷം തന്നെ ഈ തെക്കേ ഗോപുരനടയുടെ ഈ വലിയൊരു പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശമൊട്ടാകെ പൂഴിനുള്ളിയിട്ടാൽ താഴേക്ക് വീഴാത്തത്ത വിധം ജനസാഗരം തന്നെയായിരുന്നു തെക്കേ ഗോപുരനടയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ കുടമാറ്റത്തിന് മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ജനസാഗരമായിരുന്നു ഇന്നത്തെ ഈ പൂര വിളംബരത്തിന് ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂരത്തിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ക്രമീകരണങ്ങളെല്ലാം തന്നെ തകിടം മറിച്ചിരിക്കുന്നു. ഈ എറണാകുളം ശിവകുമാറിൻ്റെ മസ്തകത്തിലേറിയുള്ള നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് പൂരം 36 മണിക്കൂറിൻ്റെ പൂരം എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഒരു 56 മണിക്കൂറിൻ്റെ പൂരമായി വിശാലമായിരിക്കുന്നു ഇന്നത്തെ ഈ ഒരു ചടങ്ങോട് കൂടി എന്ന് നമുക്ക് എടുത്തു പറയാവുന്ന തരത്തിലാണ് ഇന്നത്തെ ഈ ഒരു എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുന്നത്. എത്ര കണ്ട് ജനങ്ങളാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണി മുതൽ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് തടിച്ചുകൂടിയിരുന്നത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും പ്രായമായവരുമെല്ലാം പ്രായഭേദമില്ലാതെ ഭാഷഭേദമില്ലാതെ മറ്റിടങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളും എല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ തടിച്ചു കൂടുകയായിരുന്നു. ഇത്തവണത്തേക്ക് വലിയ ഒട്ടും നിയന്ത്രണങ്ങളില്ലാതെ ജനങ്ങളെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടത്ത് മാത്രമാണ് നിയന്ത്രിച്ചിരുന്നത്. മുൻ വർഷങ്ങളിൽ ഇതിനേക്കാൾ ഏതാണ്ട് ഒരു 50 മീറ്റർ താഴെയാണ് നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അകലെ നിന്ന് വീക്ഷിക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഭക്തജനങ്ങൾക്ക് പൂരപ്രേമികൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പൂരത്തിൽ തന്നെ ഇഴചേർന്നുകൊണ്ട് പൂരത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ള അനുഭൂതിയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, സവിശേഷത എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് ഇന്നത്തെ പകലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ഇന്ന് വൈകിട്ട് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയാണുള്ളത്. 100 ആനകൾ, തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുള്ള 50 ആനകളും പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നുള്ള 50 ആനകളും ഈ തേക്കിൻകാട് മൈതാനത്ത് ഇന്നെത്തും. 100 ആനകളെ കൊണ്ട് നിറയും ഈ തേക്കിൻകാട് മൈതാനം എന്നുള്ളതാണ്. ഇവിടെ ഫിറ്റ്നസ് പരിശോധന നടക്കും. ഈ ഫിറ്റ്നസ് പരിശോധന നടത്തി അവിടെ ഈ ആനകൾക്ക് കൃത്യമായിട്ടുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ ആനകളെ നാളെ വിവിധ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളിക്കുക. ഫിറ്റ്നസ് പൂർത്തിയാക്കിയ പരിശോധനയിൽ വിജയിച്ച ആനകൾ മാത്രമാണ് 100% സുരക്ഷ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പൂരം നടക്കുക. അതുകൊണ്ട് അതിനും പ്രത്യേക ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ആനകളുടെ വന്യ സൗന്ദര്യം, ആടയാഭരണങ്ങളില്ലാതെ വെറും ചങ്ങലയും നെറ്റിയിലൊരു ചന്ദനക്കുറിയും കളഭക്കുറിയും സിന്ദൂരക്കുറിയും മാത്രം അണിഞ്ഞുകൊണ്ടുള്ള ഗജവീരന്മാരെ നേരിട്ട് കാണുക എന്നുള്ളത് ആനപ്രേമികളെയും പൂരപ്രേമികളെയും സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ വന്യഗജ സൗന്ദര്യം വീക്ഷിക്കാൻ, ആസ്വദിക്കാൻ ഇന്ന് വൈകിട്ടോടുകൂടി ഒരുപറ്റം ജനങ്ങൾ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തും, ഈ 100 ആനകളെ കണ്ട് രസിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം നാളെ രാവിലെ കണിമംഗലം ശാസ്താവ് രാവിലെ 6 മണിയോടുകൂടി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ പൂരത്തിൻ്റെ ഘടകക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയാണ്. പിന്നീട് വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാർ എഴുന്നള്ളുന്നതും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവും പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളവും അതിനുശേഷം പ്രസിദ്ധമായിട്ടുള്ള തെക്കോട്ടിറക്കവും നയനാനന്ദകരമായിട്ടുള്ള കാഴ്ചകളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സസ്പെൻസുകളും എല്ലാം തന്നെ ഗജതിരയ്ക്ക് മുകളിൽ പ്രദർശിപ്പിക്കും.
കുറിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കുടമാറ്റവും എല്ലാം തന്നെ നാളെ വൈകിട്ടോടെ നടക്കും. അത്തരത്തിൽ ഇനിയുള്ള മണിക്കൂറുകൾ അതിമനോഹരമായ കാഴ്ചകളിലേക്ക്, അതിമനോഹരമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് മലയാളക്കര പ്രവേശിക്കുകയാണ്. ഈ നാട്ടിലെ, ഈ കേരളമൊട്ടാകെ, മലയാളികളൊട്ടാകെ, പൂരപ്രേമികളൊട്ടാകെ അവരുടെ നോട്ടവും കാതുമെല്ലാം ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് കൂർപ്പിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി തുറന്നുള്ള മണിക്കൂറുകൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പ്രവേശിക്കുന്നു. പൂര വിളംബരമായിരിക്കുന്നു. നെയ്തലക്കാവ് ഭഗവതി എറണാകുളം ശിവകുമാർ എന്ന ഗജവീരന്റെ മസ്തകത്തിലേറി ഈ പൂരത്തിന് വിളംബരം കുറിച്ചിരിക്കുന്നു. നിലപാട് തറയിൽ ശംഖനാദത്തോടുകൂടി ഇത്തരത്തിൽ പൂരത്തിന് വിളംബരം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികൾ ഒട്ടാകെ പൂരലഹരിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. ശരി ബിജു, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ജനങ്ങളാണ് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്, ഇനിയും എത്തിച്ചേരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. കാരണം സുരക്ഷ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായിട്ടും എല്ലാ സുരക്ഷാ ക്രമീകരണം പൂർത്തിയാക്കിയതാണ് നമ്മളിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോഴും എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ആവശ്യത്തിന് പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ സജ്ജീകരണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ നടത്തുന്നുണ്ട്. നമുക്കറിയാം പലവിധ ഭീകരാക്രമണങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അരങ്ങേറിയ ഒരു സമയമാണ്. എല്ലാ വർഷവും ഇത്തരത്തിൽ പൂരത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഭീഷണികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതിനു മുമ്പ് ശ്രീലങ്കയിലെ ഭീകരാക്രമണത്തെ തുടർന്ന് അതിശക്തമായിട്ടുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ തൃശ്ശൂർ പൂരത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള സുരക്ഷാ സജ്ജീകരണം തന്നെയാണ് ഇത്തവണയും പ്രത്യേക സാഹചര്യം മുൻനിർത്തി ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അമിത നിയന്ത്രണങ്ങളിലേക്ക് കടക്കാതെ എത്തുന്ന പൂരപ്രേമികൾക്കും മറ്റുള്ളവർക്കും കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള നിലയിലേക്ക് പോലീസിൻ്റെ ഇടപെടൽ നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല ആ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. പൂരം നടത്തിപ്പ് ക്ഷേത്രത്തിൻ്റെ ആ നടത്തിപ്പിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇടപെടാതെ അതിലേക്ക് പോകുന്ന അത്തരത്തിലുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം തന്നെ നടക്കുകയാണ്. നമുക്കിപ്പോൾ തൃശ്ശൂർ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. തൃശ്ശൂർ പൂരം അത്തരത്തിൽ വലിയ രീതിയിലുള്ള അങ്ങനെ വലിയ ആഘോഷത്തിൻ്റെയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആവേശത്തിൻ്റെയും എല്ലാം കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഹരി പി നായരും അതുപോലെ തന്നെ സന്നിധാനത്തിനും അടക്കമുള്ളവർ അവിടെ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ നൃത്തം വയ്ക്കുകയാണ്. അവരുടെ ഒരു ആൽബത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാമാണ്. അവർ തുറന്നുള്ള മണിക്കൂറിൽ നമ്മോടൊപ്പം ചേരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് കാണുന്നത്. അവരിങ്ങനെ ഇത് മാത്രമല്ല, നിരവധി ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അതിമനോഹരമായിട്ടുള്ള കലാപ്രകടനങ്ങളും അതുപോലെ തന്നെ ഈ ക്യാമറ കണ്ണുകൾക്ക് പോലും ഇടം കൊടുക്കാത്ത തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള കലാപ്രകടനങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്ന സമയം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ പൂര വിളംബരം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഓരോ ഘടകക്ഷേത്രങ്ങളിലും തങ്ങളുടെ പൂരങ്ങൾ, പ്രധാന പൂരമായിട്ടുള്ള പാറമേക്കാവ് തിരുവമ്പാടികളുടെ എഴുന്നള്ളിപ്പിനെ കിടപിടിക്കുന്ന തരത്തിലേക്ക് ഘടകപൂരങ്ങളുടെ അതിമനോഹരമായിട്ടുള്ള എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഈ ഘടകക്ഷേത്രങ്ങളിൽ എട്ടും. നാളെ രാവിലെ ആദ്യം കടിമംഗലം ശാസ്താവും ഏറ്റവും അവസാനം നെയ്തലക്കാവ് ഭഗവതിയും എഴുന്നള്ളുന്നതോടുകൂടി ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് സജീവമാകും. ശേഷമാണ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങൾ എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും എല്ലാം നടക്കുക. കുടമാറ്റവും പിന്നീട് രാത്രി എഴുന്നള്ളിപ്പുകളും അതിനുശേഷം ഏറ്റവും ഒടുവിൽ പുലർച്ചെ വെടിക്കെട്ട് പൂർത്തിയാകുന്നതോടെ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കഴിയും. പിറ്റേന്ന് ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ ഈ വർഷത്തെ പൂരത്തിൻ്റെ സമാപനമാകും. അത്തരത്തിൽ വിശാലമായിട്ടുള്ള ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഓരോ ചടങ്ങും ഒന്നിനൊന്ന് മെച്ചമാണ്. കാഴ്ചയ്ക്കും കാതിനും ഇമ്പം നൽകുന്ന അതിമനോഹരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഇനി കേരളം സാക്ഷിയാകാൻ പോവുകയാണ്. ശരി, എന്തായാലും പൂരാവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ പേരൂർ. അവിടെ ആഘോഷങ്ങൾക്ക് അവസാനമില്ല. ഇനി വരുന്ന മണിക്കൂറുകൾ പൂരത്തിൻ്റെ ആവേശത്തിൽ തന്നെയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ അപ്ഡേറ്റുകളുമായി ഞങ്ങളുടെ സംഘം അവിടെ നിന്ന് ചേരും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതം കനത്ത തിരിച്ചടി നൽകും എന്ന ഭയത്തിൽ പാകിസ്ഥാൻ നിരന്തരം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാരതത്തിന് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ: ഭീകരതയ്ക്ക് മാപ്പില്ല. വെടിനിർത്തൽ
കരാർ ലംഘിച്ച് അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം, കനത്ത തിരിച്ചടി നൽകിയെന്നും അനന്ത്നാഗ് മേഖലയിൽ പ്രത്യേക ഓപ്പറേഷൻ നടക്കുകയാണെന്നും സൈന്യം അറിയിച്ചു. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ തുടർ നടപടികൾ ഭാരതം ശക്തമാക്കി. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് പൂർണ്ണമായും തടയുന്നതിന്റെ ഭാഗമായി കിഷൻ ഗംഗ ഡാമും അടയ്ക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായി അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് സെക്ടറുകളിൽ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പുണ്ടായി. കനത്ത തിരിച്ചടി നൽകിയതായി സൈന്യം അറിയിച്ചു. ജമ്മു കശ്മീരിൽ വിവിധ മേഖലകളിൽ ഭീകരർക്ക് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ്. അനന്ത്നാഗ് മേഖലയിൽ സംയുക്ത സേനയുടെ പ്രത്യേക ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. അതിർത്തിയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അടിയന്തര സാഹചര്യം നേരിടുന്നതിന്റെ ഭാഗമായി പ്രതിരോധ നടപടികൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഇന്നലെ രാത്രി സുരക്ഷാ സേന ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തി. ലൈറ്റുകൾ പൂർണ്ണമായും അണച്ച് പരിശോധന, പ്രതിരോധം, രക്ഷാദൌത്യം നടപടികളുടെ പരിശീലനമാണ് നടത്തിയത്. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ തുടർ നടപടികൾ ഭാരതം ശക്തമാക്കി. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് പൂർണ്ണമായും തടയാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ബാംഗ്ലിഹാർ, കിഷൻ ഗംഗ ഡാമുകൾ അടയ്ക്കും. നദികളിലെ ജലം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിനായി എഞ്ചിനീയർമാരുൾപ്പെടുന്ന വിദഗ്ധ സംഘം കശ്മീരിലെത്തി. ജനം, ഡൽഹി. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതവുമായുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റഷ്യയുടെ സഹായം തേടി പാകിസ്ഥാൻ. ഭാരതവും പാകിസ്ഥാനും റഷ്യയുമായി മികച്ച ബന്ധമാണ് പുലർത്തുന്നത്. ഈ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നാണ് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയുടെ നിലപാട്. അതേസമയം പഹൽഗാം വിഷയത്തിൽ ഇന്ന് UN സുരക്ഷാ കൗൺസിൽ യോഗം ചേരും. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. ജമ്മുകശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, നൌഷേര, സുന്ദർബാനി മേഖലകളിലാണ് പാക് സൈന്യം വെടിയുതിർത്തത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായ പ്രകോപനം നടത്തുന്നത്. പാക് പൗരന്മാരെ തിരികെ അയക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വിമുഖതയെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. പിണറായി സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയം കാരണമാണ് പാക് പൗരന്മാരെ തിരികെ അയക്കാത്തത്. ഇസ്ലാമിക തീവ്രവാദികൾ വെള്ളമിറങ്ങാതെ മരിച്ചു വീഴുന്ന കാലം വിദൂരമല്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് ഈ വിഷയത്തിൽ ഒരു അഴകൊഴമ്പൻ സമീപനമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും തുരത്തിയോടിക്കുന്ന പാക് പൗരന്മാരുൾപ്പെടെയുള്ളവർ പിണറായി വിജയന്റെ കേരളത്തിൽ തട്ടകമാക്കി മാറ്റുന്നു എന്നുള്ള ഗുരുതരമായ സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മുസ്ലിം പേഴ്സണൽ ബോർഡും മുസ്ലിം ലീഗും സമസ്തയും സമർപ്പിച്ച സത്യവാങ്മൂലത്തിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഹർജികൾ കഴിഞ്ഞ മാസം പരിഗണിച്ച സുപ്രീം കോടതി വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. വിശദമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് ഒരാഴ്ച സമയവും കോടതി നൽകി. 2025 വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ മതപരമായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 26 ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിക്കപ്പെട്ട ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. മുനമ്പം ഭൂസംരക്ഷണ സമിതിയിൽ വിള്ളലുണ്ടാക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ്. വിഴിഞ്ഞത്തെത്തിയ പ്രധാനമന്ത്രിയെ കണ്ട് മുനമ്പം സമരസമിതി പ്രതിനിധികൾ വഖഫ് ഭേദഗതി നിയമത്തിന് നന്ദി പറഞ്ഞതോടെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം സമര നേതാക്കൾക്കെതിരെ തിരിഞ്ഞത്. വ്യാജ പ്രചരണങ്ങളുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് കോൺഗ്രസ് പള്ളിപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഉയർത്തിയിട്ടുള്ളത്. മുനമ്പം വഖഫ് അധിനിവേശ വിഷയത്തിൽ കോൺഗ്രസ് CPM നേതൃത്വങ്ങളുടെ ഇരട്ടത്താപ്പ് മുനമ്പം ജനത തിരിച്ചറിയുകയും വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന് പിന്നിൽ ജനങ്ങൾ അണിനിരക്കുകയും ചെയ്തതോടെയാണ് വ്യാജ പ്രചരണം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിച്ചെന്നും അധിക്ഷേപിച്ചെന്നുമുള്ള പ്രചാരണമാണ് നടത്തുന്നത്. മുനമ്പം കടപ്പുറം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തോടൊപ്പം തുടക്കം മുതൽ നിലകൊള്ളുന്ന ക്രൈസ്തവ പുരോഹിതരെയും കോട്ടപ്പുറം രൂപതാ ബിഷപ്പിനെയും സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചവരെന്ന് കുറ്റപ്പെടുത്തി സമരരംഗത്ത് മുൻനിരയിലുള്ള സെബാസ്റ്റ്യൻ പാലയ്ക്കൽ,
ഫിലിപ്പ് തയ്യിൽ എന്നിവരെ പേരെടുത്ത് വിമർശിച്ചാണ് പള്ളിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഫ്ലെക്സുകൾ വച്ചിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് മുനമ്പത്തിന്റെ പ്രതിനിധിയായി ഫിലിപ്പ് വഖഫ് ഭേദഗതി നിയമത്തിന് നന്ദി അറിയിച്ചിരുന്നു. തുടർന്നാണ് ഫിലിപ്പ് അടക്കമുള്ളവരെ കോൺഗ്രസ് ലക്ഷ്യം വെച്ചത്. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് മുനമ്പം സമരനേതൃത്വം. ജനം, കൊച്ചി. ധർമ്മത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി. ഡൽഹിയിൽ ആദി ശങ്കരാചാര്യ സേവാ സമിതി സംഘടിപ്പിച്ച ശങ്കര ജയന്തി ആഘോഷം അദ്വൈത ശങ്കരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീ ശങ്കരാചാര്യരുടെ ജയന്തിയോടനുബന്ധിച്ച് ഡൽഹിയിൽ ആദി ശങ്കരാചാര്യ സേവാ സമിതി അദ്വൈത ശങ്കരം പരിപാടി സംഘടിപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചാണ് പരിപാടി ആരംഭിച്ചത്. ധർമ്മം വെല്ലുവിളി നേരിടുകയാണെന്നും ധർമ്മത്തിനായി ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ എന്ന നിലയിൽ ചെയ്യേണ്ടതെന്നും അദ്വൈത ശങ്കരം ഉദ്ഘാടനം ചെയ്ത ജൂനാഗാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു. കുംഭമേള സനാതനധർമ്മത്തിന്റെ വിരാട രൂപമായപ്പോൾ കേരളത്തിലും വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. 3 ലക്ഷത്തോളം മലയാളികൾ കുംഭമേളയിൽ പങ്കെടുത്തു. ശങ്കരാചാര്യരുടെ ജന്മനാട്ടിൽ പോലും നടക്കാത്ത വിപുലമായ ജയന്തി ആഘോഷത്തിന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദിശങ്കരാചാര്യരുടെ ജയന്തിയോടനുബന്ധിച്ച് മലയാളികളുടേതായി നടന്ന ഏറ്റവും വലിയ ജയന്തി പരിപാടിയാണ് ഇത് എന്നുള്ളതാണ്. അത് സന്തോഷമുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ ദേശത്ത് ജനിച്ച ഒരു മഹാത്മാവിന്റെ സ്മരണയുടെ മുമ്പിൽ ഇങ്ങനെ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മദേശത്ത് ഇത്ര പോലുമുള്ള ഒരു ആദരവ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ശങ്കരാചാര്യർ ധർമ്മത്തെ മാത്രമല്ല രാഷ്ട്രത്തെയും സംരക്ഷിക്കാനുള്ള ദർശനമാണ് മുൻപോട്ട് വെച്ചതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ഒരുമിച്ച് നിന്നാൽ ഭാരതത്തെ വെല്ലുവിളിക്കാനും തകർക്കാനും ആർക്കും ഒരിക്കലും സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്കോടാൻ, ലോകത്തോടാൻ നമുക്കൊറ്റ സ്ഥലമേ ഉള്ളൂ. അത് നമ്മുടെ പൂർവികന്മാർ മരിച്ചു മണ്ണടിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഈ ഭാരതഭൂമി മാത്രമാണ് നമുക്കോടാനുള്ളത്. ബാക്കിയുള്ളവർക്ക് ഓടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കില്ല. നമുക്ക് ഈ മണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഇവിടെ, മരിക്കുന്നെങ്കിൽ ഇവിടെ എന്ന് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങിയാൽ ഒരു ഭീകരന്മാർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അതാണ് നമ്മുടെ ഈ മഹത്തായ ഈ സമ്മേളനത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ധീരമായ തീരുമാനം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാരതം എന്ന പേരിനെ, ഈ ധർമ്മഭൂമിയെ, മോക്ഷഭൂമിയെ, കർമ്മഭൂമിയെ നമുക്കിവിടെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. സംഘാടക സമിതി ചെയർമാൻ രമേശ് നമ്പ്യാർ അധ്യക്ഷനായി. RSS ഡൽഹി പ്രാന്ത സംഘചാലക് ഡോക്ടർ അനിൽ അഗർവാൾ, ജനസേവാന്യാസ് ട്രസ്റ്റ് പ്രസിഡന്റ് സുഭാഷ് സുനേച്ച, സ്വാഗത സംഘം ജനറൽ കൺവീനർ MD ജയപ്രകാശ്, സേവാ സമിതി അധ്യക്ഷൻ SK നായർ തുടങ്ങിയവർ സംസാരിച്ചു. സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. ഇന്റർനാഷണൽ അക്കാദമി ഓഫ് മോഹിനിയാട്ടം അവതരിപ്പിച്ച ശങ്കരലഹരി എന്ന നൃത്താവിഷ്കാരവും അരങ്ങേറി. ജനം, ഡൽഹി. നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ അക്ഷയ ജീവനക്കാരി കുറ്റം സമ്മതിച്ചു. നെയ്യാറ്റിൻകരയിലെ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരി ഗ്രീഷ്മയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചത്. വിദ്യാർത്ഥിയുടെ മാതാവ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പണം നൽകിയെന്നും എന്നാൽ അപേക്ഷിക്കാൻ മറന്നുപോയതിനാലാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയതുമെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അപേക്ഷിക്കാൻ താൻ മറന്നുപോയെന്നും പിന്നീട് വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകുകയായിരുന്നുവെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. പത്തനംതിട്ട പോലീസാണ് നെയ്യാറ്റിൻകര സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത്. നീറ്റ് പരീക്ഷ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ 20-കാരനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ നീറ്റിന് അപേക്ഷ നൽകാൻ സമീപിച്ച അക്ഷയ കേന്ദ്രം ജീവനക്കാരിയാണ് വ്യാജ ഹാൾ ടിക്കറ്റ് അയച്ചു നൽകിയെന്നും കൃത്രിമം നടന്ന കാര്യം അറിഞ്ഞില്ലെന്നുമാണ് വിദ്യാർത്ഥിയും അമ്മയും ഇന്നലെ മൊഴി നൽകിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിൻകരയിലെ അക്ഷയ കേന്ദ്രത്തിൽ പോലീസ് പരിശോധന നടത്തിയതും ജീവനക്കാരിയെ വിശദമായി ചോദ്യം ചെയ്തതും. ജനം, തിരുവനന്തപുരം.
നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. കോഴിക്കോട് ബാലുശ്ശേരി ശിവപുരം GHS സ്കൂളിൽ നടന്ന പരീക്ഷയ്ക്കെതിരെയാണ് ആരോപണം. പരീക്ഷ ചുമതലയുണ്ടായിരുന്ന അവർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ചോദ്യപേപ്പർ വിതരണം ചെയ്യാൻ വൈകിയെന്നുമാണ് ആരോപണം. കോടതിയെ സമീപിക്കാൻ വിദ്യാർത്ഥികൾ ഒരുങ്ങുകയാണ്. പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന. 15 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകും. തെരുവ് നായ്ക്കളെ പിടികൂടി മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്നും റെജീന പറഞ്ഞു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ 18ാം വാർഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അടിയന്തരമായിട്ട് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റിംഗ് കൂടുകയും നമ്മൾ 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തെരുവുനായ്ക്കളെ മാറ്റുന്നതിനായിട്ട് വന്ധീകരണ ശസ്ത്രക്രിയ ഉൾപ്പെടെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വെറ്റിനറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ യൂണിറ്റുകൾ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്കായിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ കുരിയോട്ടുമലയുമായി ചേർന്ന് കുരിയോട്ടുമലയിലെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഷെൽട്ടർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഈ തെരുവുനായ്ക്കളെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള തുടർ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എല്ലാ വാർഡുകളിലും 20 വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ റാപ്പർ വേടൻ ഇന്ന് ഇടുക്കിയിലെ സർക്കാർ പരിപാടിയിൽ പാടും. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന വേദിയിലാണ് വേടന്റെ പരിപാടി. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കഞ്ചാവ് കേസിൽ വേടനെ പിടികൂടിയിട്ടും സർക്കാർ പിന്തുണ ഉറപ്പിക്കുന്നതാണ് വേടന്റെ ഇന്നത്തെ ഇടുക്കിയിലെ പരിപാടി. കഴിഞ്ഞ 29-നാണ് വേടന്റെ പരിപാടി ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി പിടികൂടിയതോടെ പ്രഹസനം എന്ന പോലെ പരിപാടി മാറ്റിവെക്കുകയായിരുന്നു. പിന്നാലെ പുലിപ്പല്ലി കേസിൽ വനംവകുപ്പിന്റെ തിടുക്കപ്പെട്ടുള്ള നടപടിയിൽ CPM-ഉം CPI-യും ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ വേടന് ഇടുക്കിയിലെ സർക്കാർ പരിപാടിയിൽ വീണ്ടും വേദിയൊരുക്കി കൊടുക്കുകയായിരുന്നു. ലഹരിക്കേസിൽ അറസ്റ്റിലായ വേടന് സർക്കാർ വേദിയൊരുക്കുന്നതിൽ വിമർശനവും ഉയർന്നിട്ടുണ്ട്. വൈകിട്ട് 7:30-നാണ് വേടന്റെ റാപ്പ് ഷോ. 200 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിക്കുക. പരമാവധി 8000 പേരെ മാത്രമേ പരിപാടിയിൽ പ്രവേശിപ്പിക്കൂ. അനിയന്ത്രിത സാഹചര്യം ഉണ്ടായാൽ പരിപാടി റദ്ദു ചെയ്യുമെന്നും സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി. ഒരു താരത്തിനെതിരെയും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് മലയാള സിനിമയിലെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. മലയാള സിനിമയെ ഒറ്റിയെന്ന സാൻഡ്ര തോമസിന്റെ ആരോപണങ്ങൾ എന്തെന്ന് മനസ്സിലാകുന്നില്ല. നിവിൻ പോളിക്കെതിരെ പരാമർശം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ ഒരു താരത്തിന്റെ ആരാധകരുടെ നേതൃത്വത്തിൽ സൈബർ ആക്രമണം നടക്കുന്നു. ഒരു താരത്തിനെതിരെയും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് മലയാള സിനിമയിൽ. താൻ താരത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ലെന്നും നിവിൻ പോളിയുടെ പേരെടുത്ത് പറയാതെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചു. നമുക്കൊരു ആർട്ടിസ്റ്റിനെതിരെ പറയാൻ പോലും ഇപ്പൊ ഇവൻ പറ്റത്തില്ല. ഇവരെയൊക്കെ വലിയ സ്റ്റാർ ആക്കി മാറ്റാനായിട്ട് പ്രൊഡ്യൂസറാണ് മുൻകൈ എടുക്കുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ്, ആർമി അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നത്. താരമാക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് നിർമ്മാതാക്കളാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു. മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ ഒരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാക്കുകൾ ചർച്ചയായതിനു പിന്നാലെയായിരുന്നു പരാമർശം നിവിൻ പോളിയെ ഉന്നം വെച്ചുള്ളതാണെന്ന പ്രചാരണം ഉണ്ടായത്. അതിനിടെ മലയാള സിനിമയെ താൻ ഒറ്റിക്കൊടുത്തുവെന്ന സാന്ദ്ര തോമസിന്റെ ആരോപണത്തിന്മേൽ ലിസ്റ്റിന്റെ പ്രതികരണം ഇങ്ങനെ. മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണോ? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത്? ഞാൻ മലയാള സിനിമയെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ നോക്കിക്കോളാം. നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ച് ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുകയാണ്. ജനം, കൊച്ചി. CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിലെ കാഷ്യർ 60 ലക്ഷം രൂപയുടെ പണയ സ്വർണവുമായി മുങ്ങി. ബാങ്കിന്റെ കച്ചേരിക്കടവ് ശാഖയിലാണ് സംഭവം. കാഷ്യറും CPM കച്ചേരിക്കടവ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുധീർ തോമസ് ആണ് പണവുമായി മുങ്ങിയതെന്നാണ് പരാതി. ബാങ്ക് സെക്രട്ടറി നൽകിയ പരാതിയിൽ ഇരട്ടി പോലീസ് കേസെടുത്തു. സുധീർ തോമസ് ഏപ്രിൽ 29-നും മെയ് 2-നുമിടയിൽ ബാങ്കിന്റെ സ്ട്രോങ് റൂമിലെ 18 പാക്കറ്റ് പണയ സ്വർണമെടുത്ത് പകരം മുക്കുവണ്ടം വെച്ചതായും ഇയാളുടെ ഭാര്യയുടെ പേരിൽ പണയം വെച്ചിരുന്ന സ്വർണം മോഷ്ടിച്ചെന്നുമാണ് പരാതി. ബാങ്കിന് 60 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. വെള്ളിയാഴ്ച രാവിലെ ബ്രാഞ്ച് മാനേജർ ബാങ്ക് തുറക്കാൻ എത്തിയപ്പോൾ പ്രതിയുടെ മൊബൈൽ ഫോണും ബാങ്കിന്റെയും സ്ട്രോങ് റൂമിന്റെയും താക്കോലടങ്ങുന്ന ബാഗ് ഷട്ടറിന് മുൻപിൽ നിന്ന് ലഭിച്ചു. ഉടൻ സെക്രട്ടറിയെ വിവരമറിയിച്ചു.
സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും നടത്തിയ പരിശോധനയിൽ സ്വർണ്ണപ്പണയത്തിന്റെ ഒരു കവർ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് 18 പാക്കറ്റുകളിലെ പണയസ്വർണം മാറ്റി മുക്കുപണ്ടം വെച്ചതായി കണ്ടെത്തിയത്. പ്രതി ഉപയോഗിച്ച വാഹനം വള്ളിത്തോടിൽ നിന്ന് കണ്ടെത്തി. ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. UDFന്റെ നിയന്ത്രണത്തിലായിരുന്ന ബാങ്ക് 2023 CPM പിടിച്ചെടുത്തത്. ജനം, കണ്ണൂർ. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വേദിയിലിരുന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ MP എന്ന നിലയിലോ രാഗേഷിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് TDPCയുടെ വിശദീകരണം. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിനിടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള വേദിയിലാണ് CPM നേതാവ് മാത്രമായ KK രാഗേഷിന് ഇരിപ്പിടം നൽകിയത്. മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ക്ഷണിക്കാതെ പങ്കെടുത്തത്. മുഖ്യമന്ത്രി മുഴപ്പിലങ്ങാട് എത്തിയ സമയം മുതൽ കൂടെയുണ്ടായിരുന്ന രാഗേഷ് ഉദ്ഘാടനം നടക്കുന്ന മുഴുവൻ സമയവും വേദിയിലുണ്ടായിരുന്നു. മന്ത്രി റിയാസിന്റെ അടുത്തായിരുന്നു KK രാഗേഷിന്റെ ഇരിപ്പിടം. വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പരിപാടിയിലേക്ക് CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ MP എന്ന നിലയ്ക്കോ രാഗേഷിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് DTPC അധികൃതർ വ്യക്തമാക്കി. CPMന്റെ പ്രതിനിധി എന്ന നിലയിൽ മുഴപ്പിലങ്ങാട്ടെ പ്രാദേശിക നേതാവിന് മാത്രമാണ് ഔദ്യോഗിക ക്ഷണം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ വിമർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് ക്ഷണിക്കാതെ KK രാഗേഷ് എത്തിയത്. ഇതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ജനം, കണ്ണൂർ. വനം വകുപ്പിന്റെ പ്രവർത്തനത്തിൽ കടുത്ത അതൃപ്തിയിൽ CPI. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതും ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് വനം വകുപ്പ് നടത്തുന്നത്. അടുത്ത LDF യോഗത്തിൽ വിഷയം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് CPI. വേടനെതിരെ കേസെടുത്തതിന് വനം വകുപ്പിനെ പരസ്യമായി വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയിരുന്നു. വർദ്ധിച്ചുവരുന്ന വന്യജീവി അക്രമങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ പൊലിയുന്ന ജീവനുകൾ, മലയോര ജനതയ്ക്കും വനാതിർത്തിയിൽ താമസിക്കുന്നവർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇങ്ങനെ പ്രശ്നങ്ങൾ സങ്കീർണമായി നിലനിൽക്കുന്നു. സഭകൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടും ക്രിയാത്മകമായ ഒരു ഇടപെടലും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കാത്തത് മുന്നണിക്കുള്ളിൽ വലിയ നീരസത്തിന് കാരണമായിരിക്കുകയാണ്. CPI CPM നേതാക്കൾ പലതവണ ഇത് തുറന്നു പറഞ്ഞിരുന്നു. ഇതിനൊപ്പമാണ് വേടന്റെ കേസ് കൂടി എത്തുന്നത്. യാതൊരു ജാഗ്രതയും ഇല്ലാതെയാണ് വനം വകുപ്പ് വിഷയത്തെ സമീപിച്ചതെന്നാണ് വിമർശനം. വേടനെതിരെ കേസെടുത്ത വനം വകുപ്പ് നടപടിക്കെതിരെ കടുത്ത ഭാഷയിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. വനം വകുപ്പിന്റെ മേധാവികളുടെ പ്രസ്താവന ഞാൻ രാവിലെ പേപ്പറിനകത്ത് വായിച്ചു. വനം വകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മുന്നണിക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതിനാൽ ഈ വിഷയം അടുത്ത LDF യോഗത്തിൽ ഉന്നയിക്കാനാണ് CPIയുടെ തീരുമാനം. ജനം, കൊച്ചി. പാലക്കാട്ട് CPI വിമതരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ KPCC വൈസ് പ്രസിഡന്റ് സേവ് CPI പട്ടാമ്പി മണ്ഡലം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവും VT ബൽറാം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 9 നടക്കുന്ന പരിപാടിയാണ് കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്യുക. AIYF സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമാണ് സമാന്തരമായി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, അത്ഭുതമായിരിക്കുന്നു. കാരണം CPI വിമതരുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ KPCC വൈസ് പ്രസിഡന്റ് എത്തുകയാണ്. മാത്രവുമല്ല, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പാലക്കാട്ടെ CPI വിമതരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ KPCCയുടെ വൈസ് പ്രസിഡന്റ് എത്തുന്നു എന്നുള്ളതാണ്. സേവ് CPI പട്ടാമ്പി മണ്ഡലം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവുമാണ് ഈ VT ബലറാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ മാസം 9 നടക്കുന്ന പരിപാടിയിലാണ് കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്യുക. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് വിമതർ ജില്ലയിൽ സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ആ പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അവർ പരിപാടി കൂടെ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഉദ്ഘാടകനായിട്ട് കോൺഗ്രസ് നേതാവിനെ വിളിക്കുന്നു എന്നുള്ളതാണ്. AIYFന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ആ ദിവസമാണ് ഇവർ ഈ സമാന്തരമായ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നത് എന്നും പ്രത്യേകതയുണ്ട്. ഈ മാസം 7, 8, 9 ദിവസങ്ങളിലാണ് പട്ടാമ്പിയിലെ AISFന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മറുവശത്ത് വിമതർ ഇത്തരത്തിൽ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് കോൺഗ്രസ് നേതാവിനെ ഏതായാലും പിന്തുണയ്ക്കും. നേരത്തെ ഈ CPI ഫോറം ആളുകൾ പറഞ്ഞിരുന്നത് ജില്ലയിലെ CPI നേതൃത്വം
ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അവർ പലതരത്തിലും പല കാര്യങ്ങളിലും ഉള്ള നിലപാടുകൾ ശരിയല്ല. വലിയ ജനപക്ഷപാതവും അതുപോലെ തന്നെ സിപിഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ അപ്രമാദിത്വമാണ് സിപിഐയിലുള്ളത്, ജില്ലാ കമ്മിറ്റിയിലുള്ളത് എന്നൊക്കെ ആയിരുന്നു വലിയ വിമർശനമായിട്ട് ഉന്നയിച്ചിരുന്നത്. അതായത് അത്തരം വിമർശനങ്ങൾക്ക് ഉന്നയിച്ചതിന് ശേഷം തങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഈ കോൺഗ്രസുമായി അടുക്കുകയാണോ ഈ വിമതർ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഉദ്ഘാടനത്തിനായി VT ബലറാമാണ് എത്തുന്നത്. ശരി. KPCC നേതൃമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കാനൊരുങ്ങിയ സുധാകരൻ പക്ഷം. പുതിയ നേതൃത്വത്തെ AICC നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് പുതിയ നീക്കം. സുധാകരനും ഒപ്പം നിൽക്കുന്നവർക്കും അർഹമായ പരിഗണന നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ നീക്കം. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും K സുധാകരനെ അനൗരോഗ്യം കാരണം മാറ്റാൻ നേതൃത്വം തീരുമാനമെടുത്തതിനു പിന്നാലെ നേതൃത്വത്തിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനയുമായാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ രംഗത്തെത്തിയത്. തന്നെ മൂലക്കിരുത്താൻ ആരും ശ്രമിക്കേണ്ടെന്നതാണ് സുധാകരൻ നേതൃത്വത്തിന് നൽകുന്ന ഭീഷണി. എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ മുൻനിർത്തി കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആന്റോ ആന്റണിയെയോ സണ്ണി ജോസഫിനെയോ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാണ് പ്രധാന പരിഗണനയിലുള്ളത്. എന്നാൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്കും ഗ്രൂപ്പ് നേതാക്കൾക്കും പുതിയ പുനഃസംഘടനയെ അംഗീകരിക്കുന്നതുമില്ല. ഇന്ദിരാഭവനിൽ K സുധാകരനു ശേഷം കോൺഗ്രസിനെ നയിക്കാൻ ആരെത്തുമെന്നുള്ള കാര്യത്തിലാണ് ആശങ്കയും തർക്കവും തുടരുന്നത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നെ കേരളത്തിന്റെ പൊതുതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയും UDFനെയും ആര് നയിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കത്തിലാണ്. സുധാകരൻ ഇറങ്ങുമ്പോൾ അത് വലിയൊരു കൊടുങ്കാറ്റായി തർക്കമായി മാറുമോ എന്നതും സംശയത്തോടു കൂടിയാണ് നേതൃത്വം കാണുന്നത്. KPCC ആസ്ഥാനത്തിന് മുമ്പിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കോഴിക്കോട് ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് സ്വീകാര്യതയേറുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് മേളയിലെത്തുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേള കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ സജ്ജമാക്കിയ ശീതീകരിച്ച വലിയ പന്തലിലാണ് മേള. ആദ്യ ദിവസങ്ങളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് മേളയിലേക്ക് ഒഴുകിയെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാനം കൈവരിച്ച മികവുകളും നേട്ടങ്ങളുമെല്ലാം മേളയിലെ കാഴ്ചകളാണ്. 500-ലേറെ പ്രദർശന വിപണന സേവന സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകർ തുടങ്ങിയവർ മേളയുടെ ഭാഗമാണ്. ഒത്തിരി തീം സ്റ്റാളുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സേവനങ്ങളെക്കുറിച്ച് അവർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിവിധ തീം സ്റ്റാളുകളുണ്ട്. പിന്നെ യൂട്ടിലിറ്റി സ്റ്റാളുകൾ ഒരുപാടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ വിവിധ സേവനങ്ങൾ ഇവിടെ സൗജന്യമായിട്ട് നൽകുന്നൊരു രീതിയാണത്. അതേപോലെ നല്ല പാൻ ഇന്ത്യ ഫുഡ് കോർട്ടും ഇതിൻ്റെ ഭാഗമായി സരസ്മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. 172ഓളം സ്റ്റാളുകളാണ് ശരിക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റാളുകളായിട്ടുള്ളത്. സരസ്മേളയുടെ ഭാഗമായിട്ട് 250-ലേറെ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, കൈത്തറി, കരകൗശല വസ്തുക്കൾ, അങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട്. അതേപോലെ നല്ല പാൻ ഇന്ത്യ ഫുഡ് കോർട്ടും ഇതിൻ്റെ ഭാഗമായി സരസ്മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവും മേളയിലുണ്ട്. ദുരന്തത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃകയും ഇവിടെ കാണാം. വയനാട് ദുരന്തത്തിൽ നമ്മൾ ആ 2ാമത്തെ ദിവസം വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായ ആ സാഹചര്യങ്ങളാണ് നമ്മളിവിടെ ഡെമോ ചെയ്തിരിക്കുന്നത്. അന്ന് പോയ സമയത്ത് നമുക്ക് ഇവിടെ അങ്ങോട്ട് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വാഹനത്തിന് മുകളിലുണ്ടാകുന്ന നമ്മളെ ലാഡർ ഉപയോഗിച്ച് ലാഡറിനുള്ളിൽ 2 പേര് അപ്പുറം പോയതിനു ശേഷം സിപ്പ് ലൈൻ ഇട്ടിട്ട് ആ ലൈന് വഴിയാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ 2ാമത്തെ ദിവസത്തെ സാഹചര്യമാണ് നമ്മളിവിടെ ഡെമോ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണോ സിപ്പ് ലൈൻ ചെയ്തത് അതിൻ്റെ അതേപോലെയുള്ള സിപ്പ് ലൈൻ സിസ്റ്റം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. റോപ്പ് റെസ്ക്യൂൻ്റെ സിസ്റ്റം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പുതുതായി ലഭിച്ച ROV വർക്ക്, അതായത് നമ്മൾ അണ്ടർ വാട്ടർ ഡ്രോൺ പുതുതായിട്ട് വന്ന സാധനമാണ്. അത് അതിൻ്റെ ഡെമോ വെച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾ സൗജന്യമായി നൽകാനും മേളയിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചെടികൾ, അപൂർവ ഇനം മൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ പ്രദർശനവും കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനും ഉല്ലസിക്കാനും പ്രത്യേക സ്പോർട്സ് ഏരിയകളും ഒരുക്കിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി,
ഡ്രോൺ, റോബോട്ടിക്സ്, IoT തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷന്റെ എക്സ്പീരിയൻസ് സെന്റർ പവലിയൻ, ഫിറ്റ്നസ് സോൺ, ഹെൽത്ത് സോൺ, വിവിധതരം ചലഞ്ചുകൾ ഉൾപ്പെടുന്ന കായിക വകുപ്പിന്റെ പവലിയൻ, VR സാങ്കേതിക വിദ്യയിലൂടെ വ്യത്യസ്ത അനുഭൂതി പകർന്നു നൽകുന്ന കിഫ്ബി പവലിയൻ, ടൂറിസം, പൊതുമരാമത്ത് വകുപ്പുകളുടെ വികസന പാലം, സെൽഫി പോയിന്റ്, മിനി തിയേറ്റർ തുടങ്ങിയവ മേളയുടെ പ്രധാന ആകർഷണങ്ങളാവുന്നു. ഇതൊരു AI റോബോട്ടാണ്. ഇതിൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിന് ആൻസർ പറയാൻ പറ്റൂ. അങ്ങനെയാണ് ഞങ്ങൾ കോഡ് ചെയ്ത് വെച്ചത്. ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സ്കൂളിൽ പ്രവേശനോത്സവം പുതിയ കുട്ടികൾ 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കും. അവർക്ക് കൗതുകമായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്ന രൂപത്തിലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ് AI, പക്ഷേ ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് AI ഫുള്ളി AI ആയിരിക്കും. റൺ ചെയ്യുന്നതും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയുന്ന ആ ഒരു രീതി ഫുള്ളി AI സിസ്റ്റത്തിലാണ്. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു 50% AI ടൈപ്പിലാണ്. ഇതിപ്പോൾ വൈഫൈയിലാണ് ഞങ്ങൾ റൺ ചെയ്യിക്കുന്നത്. മേളകളുടെ ഭാഗമായി എല്ലാ ദിവസവും പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാസാംസ്കാരിക പരിപാടികളും സെമിനാറുകളും വിവിധതരം ആക്ടിവിറ്റികളും അരങ്ങേറുന്നുണ്ട്. യുവപ്രതിഭാ സംഗമം, കലാകായിക അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ മേളയുടെ മാറ്റുകൂട്ടും. 12-ാം തീയതിയാണ് മേള സമാപിക്കുക. ജനം, കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ആലപ്പുഴയിൽ നാളെ തുടക്കമാവും. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന മേള മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടി നാളെ രാവിലെ 10-ന് പാതിരപ്പള്ളി കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ആലപ്പുഴ ബീച്ചിൽ 12 വരെയാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള നടക്കുന്നത്. മേളയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടി നാളെ രാവിലെ 10:30-ന് പാതിരപ്പള്ളിയിലെ കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500 പേർ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനപ്പെട്ട ആളുകൾ, ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുക്കും. തൊഴിലാളി പ്രവർത്തകർ, യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, സാംസ്കാരിക കായിക മേഖലയുമായി ബന്ധപ്പെട്ടവർ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ, പ്രവാസികൾ, സമുദായ നേതാക്കൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളിലായി സമൂഹത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ എല്ലാം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ 200 ശീതീകരിച്ച സേവന വാണിജ്യ സ്റ്റാളുകൾ, ഭക്ഷ്യമേള, സിനിമാ പ്രദർശനം, തീം സ്റ്റാൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാറുകൾ, പ്രമുഖ കലാകാരന്മാരുടെ കലാസന്ധ്യ തുടങ്ങിയവയും അരങ്ങേറും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൗജന്യമാണ്. കേരളത്തിന്റെ തനത് ഇനങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന പരിപാടിയായിരിക്കും അവിടെ നടക്കുന്നതെല്ലാം. സേവന വാണിജ്യ സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഭക്ഷ്യമേള, സിനിമാ പ്രദർശനം, തീം സ്റ്റാൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് ഈ പരിപാടി പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുക. സൗജന്യമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് 1500 ചതുരശ്ര അടിയിലുള്ള സിനിമാ തിയേറ്ററും പ്രദർശനമേളയോട് ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോകളും ഇവിടെ പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ട് 3-ന് മന്ത്രി P. പ്രസാദ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, MP-മാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, MLA-മാർ തുടങ്ങിയവർ പങ്കെടുക്കും. 12-ന് വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ജനം, ആലപ്പുഴ. 20 വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികളുടെ ജയിൽ മോചനം പരിഗണിക്കണമെന്ന ഹൈക്കോടതി. ഉപദേശക സമിതിയുടെ അനുകൂല റിപ്പോർട്ടുള്ള പ്രതികൾക്കാണ് ഇളവ് അനുവദിക്കേണ്ടത്. ജയിൽ ചട്ടം 377 പ്രകാരം ഉപദേശക സമിതിയുടെ അനുകൂല റിപ്പോർട്ടുള്ള 20 വർഷം ശിക്ഷ അനുഭവിച്ച തടവുകാരെ ഇളവ് നൽകി വിട്ടയക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 2 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പൊതുതാൽപര്യാർത്ഥം സ്വമേധയാ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ഇളവില്ലാത്ത ശിക്ഷ വിധിച്ച തടവുകാർക്ക് ഈ ഉത്തരവ് ബാധകമല്ലെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയിട്ടും 20 വർഷം പൂർത്തിയായ നിരവധി തടവുകാർ ജയിലിൽ കഴിയുന്നുവെന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി. ശിക്ഷ ഇളവ് നൽകുന്നതിന് സർക്കാരിന് വിവേചനാധികാരം ഉണ്ടെങ്കിലും നീതിപൂർവമാകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിധവയായ സ്ത്രീയെയും സ്വന്തം അമ്മയെയും കൊലപ്പെടുത്തിയതിന് ശിക്ഷ അനുഭവിക്കുന്ന 2 പ്രതികളുടെ ഭാര്യമാർ നൽകിയ അപ്പീലുകളിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ജയിൽ ഉപദേശക സമിതി അനുകൂല റിപ്പോർട്ട് നൽകിയെങ്കിലും ഈ 2 തടവുകാരുടെയും ശിക്ഷ ഇളവ് ശുപാർശ സർക്കാർ തള്ളിയിരുന്നു.
കുറ്റകൃത്യത്തിന്റെ സ്വഭാവമടക്കം വിലയിരുത്തിയായിരുന്നു സർക്കാരിന്റെ നടപടി. എന്നാൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് ശിക്ഷാ ഇളവിന്റെ പ്രയോജനം ലഭിക്കാതെ പോകരുതെന്ന സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് ഇക്കാര്യത്തിൽ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ജനം, കൊച്ചി. അട്ടപ്പാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ. അസം സ്വദേശി നജ്റുൽ ഇസ്ലാമാണ് പിടിയിലായത്. പെരുമ്പാവൂരിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാളോടൊപ്പം ഒളിവിലായിരുന്ന ഭാര്യ പൂനവും പിടിയിലായി. ഉച്ചയോടെ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ പ്രദേശത്ത് നിന്ന് മുങ്ങുകയായിരുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.